ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ കർത്താവ്. ആ മഹത്വ തലത്തിലേക്ക് അങ്ങയുടെ മക്കൾക്ക് കയറുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ റീമാന സേക്കോ റസി അടിയനെ കുഞ്ഞിനെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്. ഭവനത്തെ തിരക്താൽ വരയ്ക്കുന്നതാരെ ഹുദാര സേക്കോ റസി. Let the angels shake out the ministry. Let the Holy Spirit control this meeting. Araba seko rasa karabara shendaraba. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടെന്നല്ല ഞങ്ങളുടെ യാത്രകൾ കർത്താവെ നിമിഷം വരെ കർത്താവിൻ്റെ സ്വർഗീയക്കാരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവെ. അങ്ങ് ഞങ്ങളെ നടത്തി എല്ലാ വിധങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുക. അങ്ങ് ഞങ്ങളെ കരുതുന്ന ദൈവം. ഓ രമസ്യാരമാസേന്ദലാലി. അങ്ങ് ഞങ്ങളുടെ ശൈലം, അങ്ങ് ഞങ്ങളുടെ കോട്ട, അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകൻ. ഔദാന സേക്കോ രാമാരബേ ഷെയ്ന്ദലബ ആദുരേദികെ സ്യാന്തരോ റബ ഷിഖാരബ. കർത്താവെ ഗ്ലോറിയുടെ അടുത്ത സ്റ്റെപ്പുകൾ ഞങ്ങൾ വെക്കുകയാണ് കർത്താവെ. ഓ റീഖാര സ്യാന്ത ഡീപ് ട്രൂത്ത്സ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവെ. ആ ഗ്ലോറി തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കയറുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. തിരക്താ ഞങ്ങളെ കഴുകണമേ കർത്താവെ. ഡിവൈസസിനെ എല്ലാം അപ്പൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. Let your glory, hallelujah, cover all of our devices, all of our hallelujah. കർത്താവെ ഇന്ന് രാത്രി കടന്നു വരുന്ന എല്ലാ മക്കളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണമേ കർത്താവെ. അങ്ങ് ആഗ്രഹിക്കുന്ന ഗ്ലോറി തലത്തിലേക്ക് എല്ലാ മക്കൾക്കും ഹാലിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ മാത്യു ബ്രദറിനായി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ സ്വർഗീയ കരം അങ്ങയുടെ അഭിഷിക്തരെ തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് ഇതുവരെ കൊടുത്ത വിടുതലുകൾക്കായി സൗഖ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന അപ്പാ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്വർഗീയ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലിൽ ആരെല്ലാം ഇന്ന് പ്രയാസത്തോടെ ഭാരത്തോടെ രോഗാവസ്ഥയിൽ കടന്നു വരുന്നു എല്ലാവർക്കും മേൽ കർത്താവെ ഇന്ന് വചനത്തിൻ്റെ ശക്തി അവരെ തൊട്ട് അപ്പാ രസൈക്കാരാമനസ്യാന്തരാലബ ഒരു വലിയ രൂപാന്തരം അവർ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ റീബാരസ്യാന്തര ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങണമേ, ഗ്ലോറി ഇറങ്ങണമേ കർത്താവെ. ദൈവത്തിൻ്റെ വലിയ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. We acknowledge the presence of Holy Spirit. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ യാചനയെ അർപ്പിച്ചിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോചനക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരനെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മെശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരനെങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മെശിഹ. അവനത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം
നാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹ. Hallelujah. സർലോകനാഥനാം മിശിഹ. ഹാലലൂയ. എൻ്റെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്, നിത്യതാതനാണ്, വീരനാം ദൈവൻ. ഹാലലൂയ. കോടി ദൂതന്മാരുമായി ഹാലലൂയ തൻ്റെ പ്രിയ പടവാട്ടിയെ ചേർക്കുവാനായി വരുന്നു. ഹാരബ ശന്തരബ ഉദാരഗതികസ്യ. വേഗം വരുന്ന കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹാലലൂയ. ഓടിക്കാരാബസ്യാന്തരാദ്യോടൊന്നും പരിശുദ്ധാത്മാവാൻ ദൈവമേ അവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേഗം ഒരു വചനം ധ്യാനിക്കാം. ഹാലലൂയ. ഹാലലൂയ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ഉം 1 പത്രോസ് 2:9 നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായി തീരുകയും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഹല്ലേലൂയ. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, കഴിഞ്ഞ ട്യൂസ്ഡേ നമ്മൾ ഗ്ലോറിയുടെ ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഇന്ന് രാത്രി അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹല്ലേലൂയ നമ്മൾ ആ ഗ്ലോറി തലത്തിലേക്ക് കയറാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഈ വചനങ്ങൾ എഴുതിയെടുക്കണമെന്ന് ഞാൻ പറയുന്നു. കാരണം ഈ വചനം നമ്മൾ വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ അത് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. കർത്താവിൻ്റെ ഗ്ലോറി നമ്മുടെ മേൽ ഇറങ്ങുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ട്യൂസ്ഡേ നമ്മൾ പറഞ്ഞു ഹല്ലേലൂയ കർത്താവ് നമ്മളെ വിളിച്ച് തെരഞ്ഞെടുത്തതിന് കർത്താവിന് ഉദ്ദേശമുണ്ടായിരുന്നു. നിഷ്കളങ്കനും വിശുദ്ധരായി തീരുവാനാണ്. നമ്മൾ ക്രിസ്തുവിൽ ഹല്ലേലൂയ ഫലം കായ്ക്കുവാനാണ്. ക്രിസ്തുവിൽ സൽപ്രവൃത്തികൾക്കായിട്ടത്രേ നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം കാണണം, അനേകർ ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ കർത്താവ്. അങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ അവിടെ ദൈവം ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരത് അനുസരിക്കുമ്പോഴായിരുന്നു ദൈവം ആ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവർ ദൈവത്തിന് എന്താ പറയുക പ്രത്യേക ഒരു സമ്പത്തായിരുന്നു. അവർ പുരോഹിത രാജ്യത്തോ വിശുദ്ധ ജനമാകുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സമ്പത്തും രാജകീയ പുരോഹിത വർഗവും നമ്മൾ വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മളെ ആക്കിയിരിക്കുകയാണ്. 1 പത്രോസ് 2:5-9 നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഇസ്രായേൽ ജനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അവരനുസരിക്കുമ്പോൾ അവർക്ക് മെറ്റീരിയലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് പഴയ നിയമ വിശുദ്ധന്മാർക്ക് കൊടുത്തിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പദവി കൈവരിച്ച് നമ്മളെ സൗജന്യമായിട്ടാണ്. എങ്ങനെയാണത് പറയുന്നത്? റോമാലേഖനം നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ പ്രവർത്തിക്കുന്നത്
കൂലി കണക്കെടുക്കുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അബദ്ധനെ നീതീകരിക്കുന്നവരിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസ നീതിയായി കണക്കിടുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാൽവരി ക്രൂശിൽ സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്, ഹല്ലേലൂയ, നമ്മളത് വിശ്വാസത്താൽ നമ്മളത് വിശ്വാസത്താൽ നമ്മളത് വിശ്വസിക്കുമ്പോൾ, നമ്മളത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ മേൽ കർത്താവിൻ്റെ എല്ലാ സ്വർഗ്ഗത്തിലെ ബ്ലെസ്സിങ്സ് തുറന്നു വരും ദൈവമക്കളെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം നമുക്കറിയാം, പഴയ നിയമത്തിൽ അവർ അനുസരിക്കാതിരുന്നപ്പോൾ അവർക്ക് പകരമായിട്ട് ദൈവം ആദ്യം ലേവ്യരെ പുരോഹിത വർഗമായിട്ട് തിരഞ്ഞെടുത്തു. എല്ലാവരും ദൈവത്തെ അനുസരിക്കാതായപ്പോൾ ഹല്ലേലൂയ ഈ മഹത്വം ഹല്ലേലൂയ തൻ്റെ ജനത്തിൽ എത്തിക്കുവാൻ ഹല്ലേലൂയ കാലസമ്പൂർണതയിൽ നമുക്കറിയാം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് വന്നു. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ ഹല്ലേലൂയ കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് കർത്താവ് എന്തിനാണ് വന്നത്, കർത്താവ് ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതൊക്കെ ധ്യാനിച്ചായിരുന്നു. ഹല്ലേലൂയ മറ്റുള്ളവരെ സെർവ് ചെയ്യാനാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. കർത്താവ് ആദ്യം നമുക്കറിയാം 12 പേരെ തിരഞ്ഞെടുത്തു, അത് കഴിഞ്ഞ് 70 പേരെ തിരഞ്ഞെടുത്തു, അത് കഴിഞ്ഞ് 120 പേരെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് നമ്മളൊരു അതിൻ്റെ ആ ഒരു ഗ്രീക്ക് പദം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എക്ലെക്ടോസ് എന്ന വാക്കാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ കൂട്ടത്തെ ദൈവം ഹല്ലേലൂയ എന്താ പറയുക, ഒരു വലിയ കൂട്ടത്തെ ഒരു പദവിക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തതായി നമുക്ക് കാണാം. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ സമ്പൂർണമായ അനുസരണത്താൽ ഹല്ലേലൂയ നിങ്ങൾ ഇത് നേടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇവിടെ നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന ഹല്ലേലൂയ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ കർത്താവ് ആ ഓരോ ലെവലിലേക്ക് നമ്മളെ വളർത്തുകയാണ്. ഉദാരക സന്ദർഭ ഓ ക്രിസ്തുവെ നിങ്ങളെ ലോകത്തിൽ നിന്ന് അവൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എറ്റേണിറ്റിയിൽ അതായത് നിത്യതയിൽ ഹല്ലേലൂയ വി ആർ പ്രീ ഡിസ്റ്റൈൻ, നമ്മളെ മുന്നറിഞ്ഞു. ഹല്ലേലൂയ. ആ നമ്മളെ സെലക്ട് ചെയ്തു. ഹല്ലേലൂയ. അതായത് പ്രീ ഡിറ്റർമിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുൻ നിയമിച്ചു. ഹല്ലേലൂയ. എന്നിട്ടാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നിറച്ചത്. ഹല്ലേലൂയ. അപ്പം ഇത് ഭൂതകാലത്തിൽ നടന്നൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ആ നിത്യതയിൽ, അതാണ് അതിൻ്റെ കണക്റ്റഡ് വചനങ്ങൾ ഞാൻ എടുത്തു തരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളത് നോക്കുമ്പോൾ എഫേസ്യ ലേഖനം 1:5-6 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. ഹല്ലേലൂയ. എപ്പോഴാണ് നമ്മുടെ ആ തെരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ളത് എഫേസ്യ ലേഖനം 1:5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരവും യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ 5ാമത്തെ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹാവിങ് പ്രീ ഡിസ്റ്റൈൻഡ് us into the adoption of children by Jesus Christ to himself according to the good pleasure of his will. അടുത്ത നമ്മൾ തീത്തോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദോഷില്ലാത്ത ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളൊരു ഭവനം പണിയുമ്പം അതിൻ്റെ ഫൗണ്ടേഷൻ ഇൻവിസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഹല്ലേലൂയ. ആ ഭവനത്തിൻ്റെ പുറമേയുള്ള പണി കാണുമ്പോൾ ഹല്ലേലൂയ ആർക്കും മനസ്സിലാകത്തില്ല ആ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആയിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ബേസ് നമ്മൾ അത്രയും നല്ലതായി നമ്മൾ ആ ഫൗണ്ടേഷൻ നല്ലോണം നമ്മൾ പണിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മൾക്ക് ഹയർ റെലൻസിലേക്ക് നമുക്ക് കയറാൻ കഴിയുന്നത്. അപ്പം നമ്മൾ പലരോടും ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം എല്ലാവരും
പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ വിശ്വസിക്കുന്നു സിസ്റ്ററെ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഞാൻ വചനം കേട്ടാൽ ഞാനത് സ്വീകരിക്കും എന്നൊക്കെ. പക്ഷെ നമ്മൾ ആക്ച്വലി ഒരു വചനം കേൾക്കുമ്പോൾ അതിലുള്ള അവയർനെസ് അല്ല ബൈബിൾ പറയുന്ന വിശ്വാസം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 2:19 നമ്മൾ പഠിക്കുമ്പം ഫെയ്ത്ത് ഇസ് നോട്ട് ദ അവയർനെസ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, മറ്റേ അല്ല. ഫെയ്ത്ത് ഈസ് എ ഡിപ്പെൻഡൻസ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് എ എക്സ്പെക്റ്റേഷൻ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഒബീഡിയൻസ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വിൽ നമ്മളിൽ നിറവേറാനായി നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ നമ്മുടെ ഫുൾ ഡിപ്പെൻഡൻസ്, നമ്മുടെ ഫുൾ ട്രസ്റ്റ്, നമ്മുടെ ഫുൾ ഡിപ്പെൻഡൻസ് കർത്താവിലായി തീരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഫെയ്ത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. അല്ല ജസ്റ്റ് ഐ എം എ ബിലീവർ, ഐ എം എ സൺ ഓഫ് ഗോഡ്, അതല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ നമ്മൾ സാത്താനെ നോക്കിക്കുക. സാത്താന് നമ്മളെക്കാളും നല്ലോണം വചനം അറിയാം. ഹല്ലേലൂയ. അവൻ ദൈവം ആരാണെന്ന് അറിഞ്ഞ് വിറയ്ക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയല്ല, പക്ഷേ അവൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നില്ല. അനുസരിക്കുന്ന ദൈവമക്കളെ അതിൽ നിന്ന് തെറ്റിക്കാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ നമുക്കറിയാം, നമ്മളിൽ പലരും ചർച്ചസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, വചനം നമ്മൾ കുട്ടികളെ ബൈഹാർട്ടാക്കി പഠിപ്പിക്കും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ബൈഹാർട്ടാക്കി പഠിച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ആത്മാവിൽ നമ്മൾ ഈ വചനങ്ങൾ എഴുതപ്പെടണം. ഹല്ലേലൂയ. വചനം ആത്മാവിൽ എഴുതപ്പെട്ടാൽ മാത്രമേ നമ്മൾ പറഞ്ഞു ഗോഡ് ഇസ് എന്താണ് സ്പിരിറ്റ്. സോ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ whoever worship the Lord should worship in spirit and truth. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയ പലകയിൽ നമ്മൾ വചനം എഴുതിയാൽ മാത്രമേ നമ്മുടെ ആത്മാവ് ഇന്നർ മാൻ ശക്തിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഈ മതക്കാരെ രാഷ്ട്രീയക്കാരെ നോക്കട്ടെ. ഈ ദിവസങ്ങൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, EMS നമ്പൂതിരിപ്പാട് നമുക്കൊക്കെ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ വലിയൊരു നേതാവായിരുന്നു. ഞാൻ അതിശയിച്ചു പോയി അത് കേട്ടപ്പോൾ. EMS നമ്പൂതിരിപ്പാട് എന്താ പറയുക, ഫുൾ പ്രവചന പുസ്തകങ്ങളും കാണാതെ അറിയാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അത്രയും നമുക്ക് പോലും പ്രവചന പുസ്തകങ്ങളൊന്നും നമുക്ക് നേരെ കാണാതെ അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ എവിടെയോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഓക്കെ. ഹല്ലേലൂയ. അപ്പം പ്രവചന പുസ്തകങ്ങൾ മുഴുവൻ കാണാതെ അറിയാം, മുഴുവൻ ബൈബിളും മതേതര ഗ്രന്ഥങ്ങൾ എല്ലാം ഹല്ലേലൂയ ഓൾമോസ്റ്റ് കാണാപ്പാടമായിരുന്ന ആ രാഷ്ട്രീയക്കാരന് നിത്യത ലഭിച്ചില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ മന്ത്രി ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ചും ഞാനിങ്ങനെ കേട്ടു. കുഞ്ഞുനാൾ തൊട്ടേ വചനങ്ങൾ സുവിശേഷങ്ങളെല്ലാം അറിയാമായിരുന്നു. ഹല്ലേലൂയ. താൻ പ്രസംഗിക്കുന്ന സ്ഥലത്തെല്ലാം വചനം കോട്ട് ചെയ്താണ് പ്രസംഗിച്ചത്. പക്ഷേ അവർക്കാർക്കും ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുന്ന ഈ രക്ഷ അനുഭവിക്കാൻ കഴിഞ്ഞില്ല, നിത്യത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ മതക്കാരെ പോലെയല്ല, രാഷ്ട്രീയക്കാരെ പോലെയല്ല. ഹല്ലേലൂയ. നമ്മൾ ഈ വചനങ്ങൾ നമ്മൾ ആത്മാവിൽ എഴുതപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളറിയാം 2 ശമൂവേൽ 3:1 നമ്മൾ വചനം എടുക്കുന്നില്ല, അവിടെ നമുക്ക് കാണാം ശൗൽ ഗ്രഹവും ദാവീദ് ഗ്രഹവും ദീർഘനാൾ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. ഹല്ലേലൂയ. ആ ശൗലിൻ്റെ ഗ്രഹത്തെ നമ്മൾ കാണുന്ന നമ്മുടെ ജഡമാണ്. ഹല്ലേലൂയ. ദാവീദ് ഗ്രഹം നമ്മുടെ മനുഷ്യൻ്റെ നിഴലാണ്. ഹല്ലേലൂയ. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നു. ഹല്ലേലൂയ. ആത്മാവിൽ അല്ലേ, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും അവിടെ ഒന്നായി ചേരുകയാണ് സ്നാനത്തിലൂടെ. ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. അപ്പം അന്ന് മുതൽ നമ്മളിൽ ഈ ആത്മീയമായി പണി ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. വചനം അന്ന് മുതൽ നമ്മൾ എപ്പോഴും വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ഹല്ലേലൂയ, നമ്മൾ പലയിടത്തും കേൾക്കുന്ന വചന ശുശ്രൂഷകൾ ഹല്ലേലൂയ
പലപ്പോഴും അത് നമ്മുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, നമ്മുടെ സൗഖ്യം, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ ഹല്ലേലൂയ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ, അതിനെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വചന ധ്യാനത്തിലെല്ലാം നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇന്ന് എത്രയിടത്ത് നമുക്ക് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുവാൻ, ഹല്ലേലൂയ നമ്മുടെ ഇന്നർ മാനെ, ഹല്ലേലൂയ ആത്മീയ മനുഷ്യനെ ഹല്ലേലൂയ വളർത്തുവാൻ, ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന മെസ്സേജസ് ഇന്ന് നമുക്ക് എത്ര കേൾക്കാൻ പറ്റും ദൈവമക്കളെ. ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾക്കൊരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ നമുക്ക് കാണാൻ വചനത്തിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കാണരുത്. നമ്മുടെ ചെവികൾക്കൊരു പ്രമാണമുണ്ട്. എന്താണ്? നമുക്ക് കേൾക്കാൻ പാടില്ലാത്തത് ഈ ചെവി കേൾക്കരുത്. ഹല്ലേലൂയ നമ്മുടെ കൈകൾക്കൊരു പ്രമാണമുണ്ട്. ഹത്തുറസിഖാരമരസ്യ നമ്മുടെ കൈകൾ കൊണ്ട് ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും നമ്മൾ ഈ കരങ്ങൾ കൊണ്ട് ചെയ്യാൻ പാടില്ല. കാലുകൾ എന്താണ്? കാലുകൾക്ക് നമുക്കൊരു പ്രമാണമുണ്ട്. എന്താണ്? ഹതുറസിഖാരമ ദൈവവചനത്തിന് വിരോധമായിട്ടുള്ള ഒരു സ്ഥലത്തും നമ്മുടെ പാദങ്ങൾ തൊടുവാൻ ഇടവരരുത്. ഹല്ലേലൂയ നാവിൻ്റെ മേൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം മുഴുവൻ പഠിച്ചാൽ അവിടെ നാവിൻ്റെ പ്രമാണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാവിന് ഒരു പ്രമാണമുണ്ട്. എന്താണ്? നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വിരോധമായി, ദൈവത്തിന് വിരോധമായി ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഹല്ലേലൂയ അവിശ്വാസ വാക്കുകൾ വരാൻ പാടില്ല. ഹല്ലേലൂയ ഓറിക്കോ റസിഖാലാബ നമ്മൾ അപ്പോൾ ചോദിക്കുക, എങ്ങനെയാണ് സിസ്റ്ററെ സത്യത്തിൽ നടക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ സത്യത്തിൽ നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന സകല സത്യത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് നമുക്ക് സത്യത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. ഹല്ലേലൂയ താരാബ ഷേക്കോ റസിഖാരാബ ഓറിക്കോ റസിയ നമ്മുടെ ആത്മീയ മനുഷ്യൻ, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? എപ്പോഴും നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ലോക കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, നമ്മുടെ ഫ്ലഷിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ ഖാരാബ സേക്കോ റസി ഖാരാബ എത്ര സമയമുണ്ട്? ഒരു കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയി കിട്ടിയാൽ ആ സമയത്ത് നമ്മുടെ ഫ്ലഷിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഫ്ലഷ് എപ്പോഴും നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുരസി ഖാലാബ റസ്യാന്തരാറബ ശന്തരബ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ചിന്തകളാണ് ഹല്ലേലൂയ നമ്മളെ ടെംപ്റ്റേഷനിലും നമ്മുടെ പാപ വഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ അങ്ങനെയുള്ള ചിന്തകൾ, നമ്മൾ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തു കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഹല്ലേലൂയ അത് ഫോക്കസ് ചെയ്യും. നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും ഹല്ലേലൂയ നമ്മുടെ ഓരോ നിമിഷവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ റിഖാരബസ്യ അപ്പോൾ ആത്മാ മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? വിട്ടു പിരിഞ്ഞ് കർത്താവിനോട് കൂടെ ചേരുക. ഹല്ലേലൂയ കാരണം ആത്മമനുഷ്യൻ അറിയാം നമ്മുടെ രാജ്യം ഇവിടെയല്ല. ഈ ജഡിക മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കുരുക്കുണ്ടാക്കിയാൽ ആത്മമനുഷ്യൻ എന്താ പറയുക ഹല്ലേലൂയ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ ഈ വഴി തെറ്റാണ്. ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന വഴികളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ ആ ആത്മമനുഷ്യൻ നമ്മളോട് പറയുന്ന എന്താണ്? ഹല്ലേലൂയ എനിക്ക് കർത്താവിനോട് കൂടെ ഇരിക്കണം, കർത്താവിൻ്റെ വചനം കേൾക്കണം, എനിക്ക് ആത്മാവിൽ അന്യഭാഷയെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ എനിക്ക് ജീവിക്കുന്നെങ്കിൽ അധൂറ സീഖാരബ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ ഈ ലോകത്തിന് വേണ്ടി ഞാൻ ഓടത്തില്ല. ഹല്ലേലൂയ ഈ ലോകത്തിന് വേണ്ടി എൻ്റെ സമയം ചിലവഴിക്കുന്നത് വൃഥാവാണ്. അധൂറ സീഖാരബസ്യ എൻ്റെ കർത്താവിൻ്റെ ഹല്ലേലൂയ പർപ്പസ് നിറവേറാനാണ് എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഹല്ലേലൂയ എൻ്റെ കർത്താവിന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ അധൂറ സീഖോ റസീഖാരബ അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ആത്മാവിനെ ആത്മാവ് പറയുന്നതിന് ലീഡിങ്ങിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ ഓറിക്കോ റസ്യ നമ്മൾ ഓരോ പ്രോബ്ലംസും വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രോബ്ലംസും വരും. ഹല്ലേലൂയ അപ്പോഴും പലരും നമ്മളെല്ലാം എത്ര വചനം കേട്ട് എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ പതറിപ്പോകാം. നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ വരും ദൈവമക്കളെ. നമുക്ക് യേശു കർത്താവിനെ
നോക്കി, യേശു കർത്താവ് യോർദാൻ നദിയിൽ ഹാലലിയ സ്നാനപ്പെട്ടതിന് ശേഷം അവിടെ പിതാവ് പറയുന്നു, ഹാലലിയ ഇവരെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അവിടെ നിന്ന് ആത്മാവ് യേശു കർത്താവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അദുറസിഖറബ മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത്. മരുഭൂമിയിലേക്ക് യേശു കർത്താവിനെ കൊണ്ടുപോയിട്ട് അവിടെ കർത്താവിനെ ടെസ്റ്റ് ചെയ്തു. ഹാലലൂയ. അവിടെ യേശു കർത്താവ് ആത്മാവിനാൽ ആ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടിട്ട് അവിടെയുള്ള എല്ലാ ടെസ്റ്റും സ്വർഗത്തിലെ കർത്താവ് ജയിച്ചു. ഹാലലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ മേൽ ശക്തി വ്യാപരിച്ചു. ഹാലലൂയ. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ട്രയൽസും ടെസ്റ്റും വരുമ്പോൾ ഹാലലൂയ ഓർത്തോളം നമ്മുടെ നമ്മുടെ ദൈവം നമ്മുടെ മേൽ ശക്തി അമിതമായി പകരാൻ പോവുക. ഗ്രേസ് നമ്മുടെ മേൽ ഹാലലൂയ പകരപ്പെടാൻ പോവുക. ഹാലലൂയ. സൈന്യത്താൽ ശക്തിയാലല്ല, സകല യഹോവയുടെ ആത്മാവിനാൽ സകലത്തെയും പരിശുദ്ധാത്മാവ് നമ്മളെ ജയിക്കാൻ കഴിയും. ആ 40 ദിവസത്തെ ടെസ്റ്റ് യേശു കർത്താവ് ജയിച്ചതുപോലെ ഹാലലൂയ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം ദൈവമക്കളെ. ഹാലലൂയ. സ്വർഗത്തിലെ കർത്താവ് നമ്മളെ വിളിച്ചത്, 1 നമ്മളെ ഗ്ലോറി നിന്നാണ് കർത്താവ് വിളിച്ചത്, 2 കർത്താവിൻ്റെ മൊറാലിറ്റി എന്നാണ് വിളിച്ചത്, 3 കർത്താവിൻ്റെ പരിജ്ഞാനത്തെ. നമ്മുടെ എല്ലാ വിഷയത്തിനുമുള്ള മറുപടി സ്വർഗത്തിലെ കർത്താവാണെന്നുള്ള ബോധ്യം എപ്പോഴും, എന്നെ ഉൾപ്പെട്ടാണ് ഞാൻ പറയുന്നത്, ഓരോ വിഷയം വരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കണം. അധുരസിഖാലമ കർത്താവെ, അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ വിഷയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണമേ. ഹല്ലേലൂയ. ധാരാബ സേക്കോ റസ്യ നമ്മളെ ദൈവത്തെ പോലെ ക്രിസ്തുവിന് അനുരൂപമായ രീതിയിൽ നമ്മളെ പണിയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹാലലൂയ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നത്. ഹാലലൂയ. അല്ലാതെ ഈ ലോകത്തിൽ ഒരു വലിയ അമ്പാനിയാകാനോ ഒരു വലിയ എന്താ പറയുക നമ്മൾ ഈ കാണുന്ന ലോകത്തിൻ്റെ വലിയ പദവികളിലൊന്നും എത്താനല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത് ഹാലലൂയ നമ്മൾ 2 പത്രോസ് 1:3 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. Whatever we need for our Christian life, it has been poured out through Holy Spirit. Hallelujah. അദുരസിഖറബ ആത്മീയ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ഈ ഗ്ലോറി എല്ലാം ശക്തമായി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം വിശ്വസിക്കണം. സെക്കൻഡ് തിങ് ഹല്ലേലൂയ നമുക്ക് വചനത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു കർത്താവ് എപ്രകാരം ഭൂമി ജീവിച്ചോ അപ്രകാരം നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. We are separated from this world. We are not for this world. ക്രിസ്തുവിനോട് ആ സ്വഭാവത്തിന് അനുരൂപമായി തീരാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്. പരിശുദ്ധാത്മാവിന് മാത്രമേ ആ ക്രിസ്തുവിനെ അനുരൂപമാക്കി നമ്മളെ മാറ്റാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഒരു ഡിഗ്രിയോ ഒരു PhD ഒന്നും ഹല്ലേലൂയ ക്രിസ്തുവിനെ അനുരൂപമാക്കി നമ്മളെ മാറ്റുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 5:10 കൂടി പറഞ്ഞ് ഞാൻ ഈ വർഷം അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യൻസ് ഹല്ലേലൂയ 1 കൊരിന്ത്യൻസ് 5:10 ഹല്ലേലൂയ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോ വിഗ്രാദികളോടോ അരുതോ എന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കിതെല്ലാം നേരിടേണ്ടി വരും. പക്ഷേ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നീക്കപ്പെടും. നമ്മളെ ആദ്യമേ പറഞ്ഞു, we are a treasured possession. We are separated from this world. We are predestined, predetermined, hallelujah, for the glory of God, for the God's purpose to be fulfilled in this world. ഹല്ലേലൂയ. ഓറിക്കോ റസ് അങ്ങനെ നമ്മൾ വളർന്നാൽ ദൈവമക്കളെ നമ്മൾ പാപത്തിൽ വീട് പോകത്തില്ല. ദൈവരാജ്യത്തിൻ്റെ മഹിമ ആ ഗ്ലോറി നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വർഷപ്രതി എന്ത് കുടിക്കും എന്ത് തിന്നുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടത് സകലതും കിങ്ഡം പ്രൊവൈഡ് ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ എലിസബത്ത് സിസ്റ്റർ അറിയാം. ഹല്ലേലൂയ. ഓറിക്കോ റസ്യ
അശോക് അഭിഷിക്തൻ ഫൈനാൻസിനെ കുറിച്ച് ഡീപ്പ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്കറിയാമായിരുന്നു ഹല്ലേലൂയ മണിയും ഹല്ലേലൂയ എന്താ പറയുക നമ്മുടെ ലൈഫുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ആധാരബസ്യ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഫൈനാൻസ് വേണം. അത് കിങ്ഡം പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ആ കിങ്ഡത്തിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം റിലീസ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. നമുക്ക് വളരേണ്ടതെല്ലാം സ്വർഗത്തിലെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. ഹല്ലേലൂയ. സോ ആർ വി ട്രസ്റ്റിംഗ് ഗോഡ്? ആർ വി ഫുള്ളി ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ചാണോ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത്? യഥാർത്ഥ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ വിശ്വാസത്തിനൊരു യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഹല്ലേലൂയ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും ദൈവവചനം അനുസരിക്കാതിരിക്കുകയും ആത്മാവിൽ നടക്കാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ ആ ദുരാസീകാരവ കർത്താവ് പറയുന്ന ആ ഒരു അളവിലേക്ക് നമുക്ക് വളരുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഗ്ലോറിയുടെ വലിയ തലങ്ങളിലേക്ക് ഈ ദിവസങ്ങൾ നമുക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഹല്ലേലൂയ. ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോൾ തന്ന വചനങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേട്ട് എഴുതിയെടുത്ത് ധ്യാനിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഗ്ലോറിയുടെ വലിയ തലങ്ങൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. അതിൻ്റെ മെയിൻ ഹല്ലേലൂയ ഞാൻ പറഞ്ഞല്ലോ നീതീകരണം. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരം നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ നീതിയുടെ ബേസാണ് ഹല്ലേലൂയ ഗ്ലോറിയുടെ ബേസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സോ ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.